ഹലോ. ഊ ഊ പഠിച്ചാലോ? ഇന്നലെ ഊ പഠിച്ചോ? നമ്മൾ ആ ആ ഇ ഈ ഉ വരെ പഠിച്ചു അല്ലേ? ഇന്ന് ഊ ഊ എങ്ങനെ എഴുതാം? ഇതേപോലെ ഒരു കുനുപ്പ് വലുതെടുത്തിട്ട് താഴേക്ക് വരുമ്പോൾ ഊവായി എന്ന് പഠിച്ചു. നമ്മൾ ഈക്കൊരു കുനുപ്പ് പഠിച്ചില്ലേ? ഈ എഴുതാൻ ഇങ്ങനെ രണ്ട് റാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നീട്ടി എഴുതുന്ന ഒരു കുനുപ്പ്. ആ കുനുപ്പ് തന്നെ ഊവിൻ്റെ ഇപ്പുറത്ത് എഴുതിയാൽ ഊ എന്നുള്ള അക്ഷരായി. അപ്പം ഊ ഊ എന്നുള്ള അക്ഷരം രണ്ടെണ്ണായി അല്ലേ? എങ്ങനെയാ ഊവിൻ്റെ പാട്ടിൽ നിന്ന് എനിക്ക് എങ്ങനെയാ എന്ന് വന്നേന്ന് പറയട്ടെ. ഊ നീട്ടി എഴുതേണ്ടേ. എങ്ങനെയാ? ഊ നീട്ടി എഴുതേണ്ടേ, ഊഞ്ഞാലാടി രസിക്കേണ്ടേ. അപ്പോൾ ഊ ഊ എന്നുള്ളത് ഊ. ഊ നീട്ടി എഴുതേണ്ടേ, ഊഞ്ഞാലാടി രസിക്കേണ്ടേ, ഊണിന് കറികൾ വിളമ്പേണ്ടേ, ഊരു ചുറ്റി നടക്കേണ്ടേ. ഇതെല്ലാം ഊ വെച്ചിട്ടുള്ള വാക്കുകളാണ്. എന്തൊക്കെയാ? ഊഞ്ഞാൽ, ഊണ്, ഊര്. ഇതെല്ലാം ഊ എന്നുള്ള അക്ഷരം വച്ചിട്ടുള്ള വാക്കുകളാണ്. ഇഷ്ടായോ? ബൈ ബൈ. പഠിക്കണം കേട്ടോ.